ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 1-ാം തിരുവചനം. അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെ മേൽ അവന് അധികാരവും ശക്തിയും കൊടുത്തു. യേശുവിന് അധികാരമുണ്ടായിരുന്നു. യേശു തൻ്റെ അധികാരം തൻ്റെ ശിഷ്യന്മാർക്ക് കൈമാറുകയാണ്. യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ തന്നോട് കൂടെ ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനുമാണ് തൻ്റെ ശിഷ്യന്മാരെ അവിടുന്ന് വിളിച്ചത്. തന്നോട് കൂടെയായിരിക്കുക, അവനോട് ചേർന്ന് നിൽക്കുക, അവന് ശക്തി സംഭരിക്കുക. 2 വചനം പ്രഘോഷിക്കുക. 3 പിശാചുക്കളെ ബഹിഷ്കരിക്കുക. എന്നാൽ നമ്മൾ തിരുവചനത്തെ കാണുകയാണ്, പിശാചിൻ്റെ അസാധാരണമായ ഇടപെടൽ ചില വ്യക്തികളുടെ മേൽ അവിടുന്ന് കടന്നു വരുന്നു, ചില സ്ഥലങ്ങളുടെ മേൽ അവിടുന്ന് കടന്നു വരുന്നു. പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ മതബോധ ഗ്രന്ഥം കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 395-ാമത്തെ ഖണ്ഡികയിൽ പിശാചിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: പിശാചിന്റെ ശക്തി അനന്തമല്ല, അവൻ ഒരു സൃഷ്ടി മാത്രമാണ്. ഓരോ ദൈവ പൈതലിനും പിശാചിനെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? എന്നാൽ വചനം പറയുകയാണ്, പിശാചിന്റെ ശക്തി അനന്തമല്ല, അവൻ ഒരു സൃഷ്ടി മാത്രമാണ്. വീണ്ടും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ മതബോധ ഗ്രന്ഥം നമ്മയോട് ഉത്ബോധിപ്പിക്കുകയാണ്, പൂർണ്ണമായ അരൂപി എന്ന നിലയിൽ അവൻ ശക്തനാണെങ്കിലും അവൻ എന്നും ഒരു സൃഷ്ടിയാണ്. അവൻ ഒരിക്കലും സൃഷ്ടാവല്ല, അവൻ ദൈവം സൃഷ്ടിച്ച ഒരു സൃഷ്ടി മാത്രമാണ്. വീണ്ടും പറഞ്ഞു തരികയാണ്, ദൈവരാജ്യത്തിൻ്റെ നിർമ്മിതി തടയാൻ അവൻ ശക്തനല്ല. ദൈവരാജ്യത്തിൻ്റെ നിർമ്മിതി, ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് തടയാൻ അവൻ ശക്തനല്ല എന്ന് പരിശുദ്ധ കത്തോലിക്കാ സഭ ആഹ്വാനം ചെയ്യുകയാണ്. വീണ്ടും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ മതബോധ ഗ്രന്ഥം 395 ഖണ്ഡികയിൽ തുടരുകയാണ്, ദൈവത്തോടും യേശു ക്രിസ്തുവിൽ സാക്ഷാത്കൃതമായിരിക്കുന്ന ദൈവരാജ്യത്തോടും തികഞ്ഞ വിദ്വേഷത്തോടെ പിശാച് ഈ ലോകത്തിൽ പ്രവർത്തിച്ചേക്കാം. കണ്ടോ പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തോട് തികഞ്ഞ വിദ്വേഷത്തോടെ പിശാച് ഈ ലോകത്തിൽ പ്രവർത്തിച്ചേക്കാം. എന്നാൽ നമുക്കറിയാം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി തീർക്കും. ദൈവം നമ്മെ വിളിച്ചിരിക്കുക, അവിടുത്തെ പദ്ധതി അനുസരിച്ച് ക്ഷണിക്കപ്പെട്ട മക്കളാ, ദൈവം എല്ലാം നന്മയ്ക്കായി തീർക്കുമെന്നുള്ള വലിയ ബോധ്യം ഓരോ ദൈവ പൈതലിനും ഉണ്ടാകണം. പിശാചിൻ്റെ അസാധാരണമായ ഇടപെടൽ ചില വ്യക്തികളുടെ ജീവിതത്തിൽ കടന്നു വരാം. എങ്ങനെയാണ് ഇത് കടന്നു വരുന്നത്? 1, പിശാചിനെ വിളിച്ചു വരുത്തുക, അല്ലെങ്കിൽ തിന്മയുടെ അരൂപികളെ വിളിച്ചു വരുത്തുക. ചില വ്യക്തികൾ കാണാം, 1-ാം പ്രമാണ ലംഘനമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. മന്ത്രവാദത്തിന് പിന്നാലെ പോകുന്നു, തകിട്, ഏലസ് ഇതുപോലെ കാര്യങ്ങളിലേക്ക് ഈ തിന്മയുടെ അരൂപിയെ പിശാചിനെ വിളിച്ചു വരുത്തുന്നു. ഇതിന് ശേഷം അവർ ഒരുപക്ഷെ ശരീരത്തിൽ ധരിക്കുന്നുണ്ടാവും രോഗസൗഖ്യത്തിനായി, ഒരുപക്ഷെ മറ്റേതെങ്കിലും കാര്യങ്ങൾക്കായി. അങ്ങനെ തിന്മയുടെ അരൂപി ഒരു വ്യക്തിയിലേക്ക് കടന്നു വരാം. 2ാമതായി, ദൈവം തന്നെ ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ ഇതേപോലുള്ള തിന്മകളെ അല്ലെങ്കിൽ ഈ പിശാചിനെ അനുവദിക്കാറുണ്ട്. ജോബിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവം അനുവദിക്കുന്നു, അവന്റെ ജീവിതത്തിൽ പീഡനങ്ങളും സഹനങ്ങളിലൂടെയും അവൻ കടന്നു പോകേണ്ട അവസ്ഥ. ഇത് വിശുദ്ധാത്മാക്കളുടെ ജീവിതങ്ങളിലും നമ്മൾ കണ്ടുമുട്ടുക. ദൈവം അനുവദിച്ച് അവരുടെ ജീവിതത്തിലേക്ക് വലിയ സഹനങ്ങളും വേദനകളും കടന്നു വരുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, വിശുദ്ധ എവുപ്രാസ്യമ്മയുടെ ജീവിതം. ദൈവം അനുവദിച്ച ചില സഹനങ്ങൾ. വിശുദ്ധ എവുപ്രാസ്യമ്മ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴുണ്ടല്ലോ, ഇതാ പുസ്തകം പിശാച് തട്ടി താഴേക്കിടുന്നു. ഇതുപോലെ തന്നെ പലപ്പോഴും പഴം തുണി അവളുടെ വായിലേക്ക് കുത്തിക്കയറ്റുന്നു. അവൾ ഭക്ഷണത്തിരിക്കുന്ന സമയത്ത് ചുറ്റുമുള്ള സിസ്റ്റേഴ്സ് ഉണ്ട്, അവർ ഭംഗിയായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ എവുപ്രാസ്യമ്മയുടെ പാത്രത്തിലേക്ക് നോക്കി കഴിയുമ്പോൾ എവുപ്രാസ്യമ കാണുക, അതിനകത്ത് കുറെ കല്ല്, അതിനകത്ത് ചാരം, ഇതൊക്കെ കൊണ്ടുപോയിട്ടിരിക്കുക. ദൈവം അനുവദിച്ചു തരുന്ന ചില സഹനങ്ങൾ, പിശാച് ചില വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അവസ്ഥകൾ. ഇതേപോലെ തന്നെ വിശുദ്ധ മറിയം ത്രേസ്യയുടെ ജീവിതത്തെ കാണാൻ സാധിക്കും. വിശുദ്ധ മറിയം ത്രേസ്യ, ഈ മറിയം ത്രേസ്യയെ പലപ്പോഴും പിശാച് പീഡിപ്പിച്ചിട്ടുണ്ട്. അവളെ കിണറ്റിലേക്ക് തള്ളിയിട്ടിട്ടുണ്ട്.
ഒരിക്കൽ അവളുടെ കഴുത്ത് തന്നെ ഛേദിച്ച് പിശാച് കൊണ്ടുപോയി. എന്നാൽ മാലാഖമാർ കൊണ്ടുവന്ന് അത് വെച്ചു കൊടുത്തു. പിന്നീട് കാണാൻ സാധിക്കും, ഏതാനും ദിവസങ്ങളിലേക്ക് ആ കഴുത്ത് ഛേദിക്കപ്പെട്ടതിൻ്റെ പാട് അവളുടെ കഴുത്തിൽ കാണാൻ സാധിക്കുമായിരുന്നു. കണ്ടോ പ്രിയപ്പെട്ടവരെ, ദൈവം അനുവദിച്ചു തരുന്ന ചില സഹനങ്ങൾ, ചില പീഡകൾ ചില വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്, വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്, വിശുദ്ധ എവുപ്രാസ്യയുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഇതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മുറിയിൽ മുട്ടുന്നു, പക്ഷെ വാല് തുറന്നു നോക്കുമ്പോൾ ആരുമില്ല. എല്ലാ സിസ്റ്റേഴ്സും ഉറങ്ങിയിട്ടുണ്ടാവും. പക്ഷെ രാത്രിയിൽ അവൾ കാണുക, എൻ്റെ മുറിയിൽ ആരും വന്ന് എന്നെ ഏത് സമയവും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അവൾ ഒരു ക്രൂശിത രൂപം ആ വാതിൽ സ്ഥാപിച്ചു. പിന്നീട് അവൾക്ക് ആ തടസ്സം അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് ശല്യപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാവാതെ പോയിട്ടുണ്ട്. ഇതേപോലെ തന്നെ വിശുദ്ധ പാദ്രി പിയോയുടെ ജീവിതത്തിൽ പിശാചിന്റെ ആക്രമണങ്ങൾ, പീഡകൾ കടന്നു വന്നിട്ടുണ്ട്. ഇത്രയും വലിയ വിശുദ്ധനല്ലേ വിശുദ്ധ പാദ്രി പിയോ, പക്ഷെ ഈ പീഡനങ്ങളിലൂടെ വിശുദ്ധൻ കടന്നു പോയിട്ടുണ്ട്. മുറിയിൽ പലപ്പോഴും തട്ടുമുട്ടും. ഈ സമയത്ത് തൻ്റെ തൊട്ടടുത്ത മുറികളിലുള്ള വ്യക്തികൾ ഒക്കെയുണ്ട്. അവിടെ സന്യാസികൾ ജീവിക്കുന്നു, കൂടെയുള്ള വൈദികര്, ബ്രദേഴ്സൊക്കെ താമസിക്കുന്നുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ കാണാൻ സാധിക്കും, എന്തൊന്നില്ലാത്തൊരു കരച്ചില്, നിലവിളിയൊക്കെ തൊട്ടടുത്തുള്ള മുറിയുള്ള വ്യക്തികൾ കേൾക്കുന്നുണ്ട്. അവർ വന്ന് പെട്ടെന്ന് ഈ പാദ്രി പിയോയുടെ മുറി തുറക്കും. മുറി തുറക്കുമ്പോൾ കാണുകയാണ് പാദ്രി പിയോ എന്തോ കണ്ട് പേടിച്ച് നിൽക്കുന്ന അവസ്ഥ, എന്തോ ഒരു ദൂരത്തേക്കൊക്കെ നോക്കി നിൽക്കുന്ന അവസ്ഥ കാണാറുണ്ട്. ഇതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കസേര, മേശൊക്കെ മറച്ചിടുന്ന അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വിശുദ്ധ പാദ്രി പിയോ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ഇതേപോലുള്ള സഹനങ്ങളും പീഡകളും കടന്നു വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം ഇതുപോലുള്ള പീഡകളും സഹനങ്ങളും അവിടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്? ആത്മീയമായിട്ട് ഉയർന്നു നിൽക്കുന്ന വ്യക്തികളാണ്. എന്നാൽ അവിടെ ഉപരി നന്മയ്ക്ക് വേണ്ടി, അവിടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് ദൈവം ഇതുപോലുള്ള സഹനങ്ങളിലൂടെ ഈ വ്യക്തികളെ കടത്തിവിടുന്നത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം, വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിൽ വിശുദ്ധ മറിയന്ത്രേസ്യ, വിശുദ്ധ എവുപ്രാസ്യമ, വിശുദ്ധ പാദ്രി പിയോ, ഈ വിശുദ്ധാത്മാക്കളുടെ ജീവിതങ്ങളിലെല്ലാം ദൈവം അനുവദിച്ചു കൊടുത്ത സഹനങ്ങൾ ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെ ഈ കാലഘട്ടത്തിലും ചില വ്യക്തികൾ, ചില കുടുംബങ്ങൾ ഇതുപോലുള്ള പീഡകളിലൂടെ കടന്നു പോകുന്നു. എന്നും പ്രാർത്ഥിക്കുന്ന കുടുംബം നല്ലപോലെ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ആ കുടുംബത്തിൽ ചില സഹനങ്ങൾ വിട്ടുപോകാത്ത അവസ്ഥ, ചില പീഡകൾ വിട്ടുപോകാത്ത അവസ്ഥ. ആരും തുടർന്ന് പോകരുത്. ഇത് നമ്മുടെ ഓരോരുത്തരെയും കൂടുതൽ വിശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം തരുന്ന ചില പരീക്ഷകളാണ്. നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ദൈവം തരുന്ന ചില സഹനങ്ങളാണ് എന്നുള്ള ബോധ്യമാണ് ഓരോ വ്യക്തികൾക്കും ഇതുപോലുള്ള സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് ഉണ്ടാകേണ്ടത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓരോ വ്യക്തികളും ഈ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം അനുവദിച്ചു തന്നത്, ഈ ദൈവം അനുവദിച്ചു തന്ന സഹനങ്ങളുണ്ട്. ഈ സഹനങ്ങൾ വന്നു കഴിയുമ്പോൾ ആരും തളർന്നു പോകരുത്. 3 കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് തയ്യാറാവണം. മൂന്നാമതായി നമുക്ക് പറഞ്ഞു തരികയാണ് പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തിന്മയുടെ അരൂപികൾ കടന്നു വരുന്നത് ഏതെങ്കിലും പാപങ്ങൾ തുടർച്ചയായി ചെയ്യുമ്പോൾ, ആ പാപത്തിൽ മുഴുകി ജീവിക്കുമ്പോൾ ആ പാപത്തിൻ്റെ അരൂപി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. അതാണ് ഹോസിയ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 4-ാം തിരുവചനത്തിലൊക്കെ പറയുന്നത്. അവർ തങ്ങളുടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അവർക്ക് തിരികെ പോകാൻ സാധിച്ചില്ല. വ്യഭിചാര ദുർബോധം അവരെ വലയം ചെയ്തിരിക്കുന്നു. വ്യഭിചാര ദുർബോധം, ആ വചന കൊടുത്തിരിക്കുന്നത്. ആ വാക്ക് കാണുമ്പോൾ നമ്മൾ ഓർത്തോ, ഇതുപോലത്തുള്ള ദുർബോധങ്ങളുണ്ട്. അവർ തങ്ങളുടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തിരികെ പോകാൻ അവർക്ക് സാധിച്ചില്ല. വ്യഭിചാര ദുർബോധം അവരെ വലയം ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഏത് പാപമാണോ ആവർത്തിച്ച് ചെയ്യുന്നത്, ആ പാപത്തിൻ്റെ ദുരാത്മാവ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രവേശിക്കും. വ്യഭിചാരം ചെയ്യുന്ന വ്യക്തി, ഈ വ്യക്തിയുടെ ഉള്ളിലേക്ക് വ്യഭിചാരത്തിന് ദുരാത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ഇംപ്യൂരിറ്റി, ദ സ്പിരിറ്റ് ഓഫ് അഡൾട്ടറി, ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുക. അപ്പോൾ കണ്ടോ പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയിലേക്ക് തിന്മയുടെ അരൂപികൾ കടന്നു വരുന്നത് എങ്ങനെയാ? 1, തിന്മയുടെ അരൂപികളെ വിളിച്ചു വരുത്തുക.
മന്ത്രവാദം, കൂടോത്രം, ഏലസ്, തകിട് ഇതിനൊക്കെ പിന്നാലെ പോയി തിന്മയുടെ അരൂപികളെ വിളിച്ചു വരുത്തുന്നു. രണ്ടാമത് നമുക്ക് പറഞ്ഞു തരിക, ദൈവം അനുവദിച്ചു തരുന്ന സഹനങ്ങൾ അതെന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ ഓരോരുത്തരും വിശുദ്ധീകരണത്തിന് വേണ്ടി, നമ്മുടെ ഓരോരുത്തരും ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി. മൂന്നാമത് നമ്മൾ കാണുകയാണ്, ഏത് പാപമാണോ ആവർത്തി ചെയ്യുന്നത് ആ പാപത്തിന്റെ ദുരാത്മാവ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ദൈവ പൈതൽ എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത്? ഒരു വ്യക്തി വചന ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷിക്കണം. വചനം കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി തിരിച്ചറിയണം, വചനം കൊണ്ട് യേശു പിശാചിനെ കീഴ്പ്പെടുത്തിയത്. യേശുവിൻ്റെ ജീവിതത്തിലും മരുഭൂമിയിലെ പരീക്ഷകൾ ഉണ്ടായില്ലേ? നീ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. ഇതേപോലെ ഓരോ പരീക്ഷകളും യേശുവിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നില്ലേ? ആ പരീക്ഷ കടന്നു വന്നു കഴിയപ്പോൾ എങ്ങനെയാണ് യേശു ഈ പരീക്ഷകളുടെ മേൽ വിജയം വരച്ച? യേശു വചനം കൊണ്ട് നിറഞ്ഞിരുന്നു. ഈ വചനം ക്ലെയിം ചെയ്തുകൊണ്ടാണ് യേശു പിശാചിന്റെ മേൽ വിജയം വരച്ചത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളും വചനം കൊണ്ട് നിറയണം. വചനം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കണം. വചനം ക്ലെയിം ചെയ്ത് നമ്മൾ ഓരോരുത്തരും ഓരോ മേഖലയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ തിന്മയുടെ അരൂപികൾ നമ്മെ തൊടുകയില്ല. വചനം കൊണ്ട് നിറഞ്ഞോ പരിശുദ്ധാത്മാവ് നിറയും. വചനം കൊണ്ട് നിറഞ്ഞോ തിന്മയുടെ അരൂപികൾ ആ വ്യക്തിയിൽ വിട്ടുപോകും. ലൂക്കാ 10:19 പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തിയുടെ മേൽ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ തൊടുകയില്ല. സങ്കീർത്തനം 91:10 നിനക്കൊരു തിന്മയും വരികയില്ല, ഒരു അനർത്ഥവും നിന്റെ കൂടാരത്തെ തൊടുകയില്ല. 2 മക്കാബയുടെ പുസ്തകം 8:18 നിനക്കെതിരെ വരുന്ന സകല ശക്തികളെയും ലോകം മുഴുവനെയും തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് എന്റെ പ്രത്യാശ. വചനം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് തിന്മയുടെ അരൂപികളുടെ മേൽ വിജയം വരിക്കാൻ സാധിക്കും. രണ്ടാമത് നമുക്ക് പറഞ്ഞു തരികയാണ്, കൂടുതൽ പ്രാർത്ഥിക്കുക. ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതലായി നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാവുക. ഇപ്പോൾ നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്, നല്ല കാര്യം. ജപമാലയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, നല്ല കാര്യം. ഇതേപോലെ സഹനങ്ങൾ കടന്നു വരുമ്പോൾ ആരും നിരാശരായി പോകരുത്. ഇതുപോലത്തെ അവസ്ഥകളൊക്കെ കടന്നു വരുമ്പോൾ ഓരോ മക്കളും തീഷ്ണതയോടുകൂടെ പ്രാർത്ഥിക്കുക, തീഷ്ണതയോടുകൂടെ പ്രാർത്ഥിക്കുക. കൂടുതൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക മക്കളെ, ഇതിൻ്റെ മേൽ വിജയം വരയ്ക്കും. കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ എന്താ? ദൈവീക ശക്തി നമ്മുടെ മേൽ അവിടുന്ന് ആവസിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ? നമ്മൾ കൂടുതൽ വിശുദ്ധീകരണം നമ്മൾ സംഭവിക്കുക. ആ ദൈവത്തിൻ്റെ ശക്തി നമ്മിലേക്ക് ഒഴുകുകയാണ്. അങ്ങനെ തിന്മയുടെ ശക്തിയുടെ മേൽ നമുക്ക് വിജയം വരിക്കാൻ സാധിക്കും. മൂന്നാമതായി നമുക്ക് പറഞ്ഞു തരികയാണ്, പാപത്തിൻ്റെ മുറിവ് നമ്മുടെ മേൽ ഇല്ലെങ്കിൽ പിശാചിന് ഉപദ്രവം വരുത്താൻ സാധിക്കുകയില്ല. പാപത്തിൻ്റെ മുറിവ് നമ്മുടെ മേൽ ഇല്ലെങ്കിൽ പിശാചിന് നമ്മുടെ മേൽ നമ്മെ തൊടാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ട് അച്ഛൻ ഇങ്ങനെ പറയുന്നേ? നമ്മൾ നോക്കിക്കോ, ഏത് ഡെലിവറൻസ് ശുശ്രൂഷ ചെയ്യുകയാണെങ്കിലും ഏറ്റവും ആദ്യം ചെയ്യുന്ന എന്താ? ആ വ്യക്തി ഒരു കുമ്പസാരിക്കാൻ പറയും. ആ വ്യക്തി കുമ്പസാരിച്ച് തൻ്റെ പാപങ്ങൾ ഓരോന്നും ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് ആ വ്യക്തി കഴി വിശുദ്ധീകരിക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, പിന്നീടാണ് ഈ ശക്തമായ ഡെലിവറൻസ് ശുശ്രൂഷകൾ നടത്തുക. എങ്കിൽ നമ്മളൊരു കാര്യം തിരിച്ചറിയുക, എത്ര വിശുദ്ധിയുണ്ടോ അത്രയും ശക്തി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശുദ്ധീകരണമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പാപത്തിൻ്റെ മുറിവുകളെല്ലാം നമ്മുടെ മേലുണ്ടെങ്കിൽ അത് കുമ്പസാരം എന്ന കൂദാശ വഴി നമ്മൾ അതിൻ്റെ മേൽ വിജയം വരിക്കണം. അങ്ങനെ പൈശാചിക ഉപദ്രവം നമ്മിലേക്ക് വരികയില്ല എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഓരോ ദൈവ പൈതലും ഓരോ സഹനങ്ങളിലൂടെയും പീഡകളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. ഇത് പിശാചിൻ്റെ ആക്രമണമാണോ? ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ഒരു കുടുംബത്തിൽ എന്നും അപ്പനും അമ്മയും വഴക്കുണ്ടാക്കുന്നു. ആ കുടുംബത്തിൻ്റെ പിശാചിന് കടന്നു വരാൻ സാധിക്കുമോ? ആ കുടുംബത്തിൽ അപ്പനും അമ്മയും വഴക്ക, പിശാച് കടന്നു വരാനുള്ള പഴുത ആ വഴക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ കുടുംബം എങ്ങനെയാ ഐക്യപ്പെടണം? ഭാര്യ ഭർത്താക്കൾ തമ്മിൽ ലയം ഉണ്ടാവണം, ഐക്യം ഉണ്ടാവണം, അവിടെ ക്ഷമയുണ്ടാവണം. എങ്കിൽ ആ കുടുംബത്തിലേക്ക് പിശാച് കടന്നു വരാതിരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതുപോലെ തന്നെ ഒരു വ്യക്തി, ആ വ്യക്തി ഇങ്ങനെ ജീവിക്കുന്നുണ്ട്, നന്നായൊക്കെ ജീവിച്ചു പോകുന്നു, പക്ഷെ കുമ്പസാരമില്ല. എന്നാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പിശാച് കടന്നു വരാനുള്ള പഴുതാണ് കുമ്പസാരം ഇല്ലാത്ത അവസ്ഥ. അതുകൊണ്ട് തന്നെ പഴുതടയ്ക്കണം.
നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആര് വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ഓടി നടക്കുക. ആരെ വിഴുങ്ങണം? അങ്ങനെ ഇരിക്കുമ്പോഴാ ആ വ്യക്തിയുടെ അവിടെ പിശാന് കടന്നു വരാൻ വേണ്ടി ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. ആ വ്യക്തിയുടെ അവിടെ പിശാന് കടന്നു വരാൻ വേണ്ടി കുമ്പസാരയില്ലാത്തൊരു ജീവൻ കാണുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ കുടുംബത്തിൽ നിന്നും ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാക്കുന്നത്, സഹോദരങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത്, ഇതൊക്കെ പിശാന് കടന്നു വരാനുള്ള പഴുതുകളാണ് എന്നുള്ള ബോധ്യം ഓരോ മക്കൾക്കും ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ബോധ്യം ഉണ്ടാവണം. വിശുദ്ധാത്മാക്കളുടെ ജീവിതങ്ങളിലൊക്കെ ഇതുപോലത്തെ തിന്മയുടെ അരൂപികൾ കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ മേൽ അവർ വിജയം വരിച്ചിട്ടുണ്ട്. വിശുദ്ധ ഫൗസ്തീന പുണ്യവതിയുടെ ജീവിതത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇത് പിശാച് വന്നിട്ട് പറയാ, ഞാൻ നിന്നെ പിച്ച് ചെയ്തു. ആ സമയത്ത് ഫൗസ്തീന പുണ്യവതി എന്താ പറഞ്ഞ്, അവൾ നല്ല കുമ്പസാരമുണ്ട്, നല്ല പ്രാർത്ഥനയുണ്ട്, വചനവും അവൾ വായിക്കുന്ന വ്യക്തിയാണ്. അവൾ പറഞ്ഞു, ദൈവത്തിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അത് ചെയ്തോ, ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്തോ. അതായിരുന്നു അവളുടെ മറുപടി. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പട്ടി കടിക്കാൻ വരുമ്പോൾ ഓടിക്കഴിഞ്ഞ പട്ടി നമ്മളെ ആക്രമിക്കും. ഇതേപോലെ തന്നെ തിന്മയുടെ അരൂപികൾ വന്നു കഴിയുമ്പോൾ നമ്മളാരും ഭയപ്പെടേണ്ട കാര്യമില്ല. അതിനെ ശക്തമായി നേരിടണം. എങ്ങനെയാണ് ശക്തമായി നേരിടേണ്ടത്? ഒന്നാമത്തെ കാര്യമാണ് പാപത്തിൻ്റെ പഴുതുകൾ മുഴുവൻ അടയ്ക്കണം. കുമ്പസാരം എന്ന കൂദാശ വഴി നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം. ഈ വിശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിശാചിന് ആ വ്യക്തിയുടെ മേൽ അധികാരമില്ല. രണ്ടാമത്തെ കാര്യമാണ് വചനം കൊണ്ട് നിറയണം. വചനം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കണം. ഒരു വ്യക്തി വചനം നിറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എവിടെ ചെന്നോ ആ തിന്മയുടെ അരൂപികളെ ബന്ധിക്കാനുള്ള ശക്തി ആ വ്യക്തിയിലേക്ക് അവിടുന്ന് ആവസിച്ചിരിക്കുന്നത്. കാരണം എന്താ? ദൈവവചനത്തിന് ശക്തിയുണ്ട്. അത് അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും ദൈവം സംസാരിച്ചിരിക്കുന്ന വചനം പറയുക. ദൈവവചനം ദൈവനിവേശിതമാ. ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ ആത്മാവും ജീവനുമാ. വചനം കൊണ്ട് നിറഞ്ഞോ മക്കളെ. വചനം നിറഞ്ഞ വ്യക്തി, വചനം നിറഞ്ഞ കുടുംബം, ആ കുടുംബത്തിൽ പിശാചിന് വസിക്കാൻ സാധിക്കുകയില്ല. നാളുകൾക്ക് മുമ്പ് ഒരു ഭവനത്തിൽ കടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ആ ഭവനത്തിലെ എല്ലാ മുറികളിലും ഒരു കൊച്ചു സ്പീക്കർ വെച്ചിരിക്കുക. ഇതിനുശേഷം ആ ഭവനത്തിൻ്റെ എല്ലാ മുറികളിലും നമ്മുടെ ബൈബിള് CD ഇട്ടിരിക്കുക, അല്ലെങ്കിൽ പെൻഡ്രൈവ് വെച്ചിരിക്കുകയാണ്. എല്ലാ മുറിയിലും ഏത് സമയവും ബൈബിൾ വചനം ഇങ്ങനെ ആവർത്തിച്ച് ഈ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ അവരോട് ചോദിച്ചു, അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ആ വ്യക്തി എന്നോട് പറയുക, എനിക്ക് 3 മക്കളാണ്. 2 മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുക, ഒരു കൊച്ച് ജോലി ചെയ്യുന്നുണ്ട്. എൻ്റെ മക്കൾ ചില സമയത്ത് അവർ പഠിക്കുന്ന സമയമാണെങ്കിൽ അതിൻ്റെ സ്പീക്കർ സ്വരം അവർക്ക് കുറയ്ക്കാൻ സാധിക്കും ഓരോ മുറിയിലും. ബാക്കിയുള്ള സമയം അവർ വചനം തുറന്നു വെച്ച് ഏത് സമയവും ദൈവവചനം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കുടുംബം, ആ കുടുംബം അനുഭവിക്കുന്ന ഒരു ആത്മീയ സന്തോഷമുണ്ട്, ആത്മീയ സമാധാനമുണ്ട്. അത് മറ്റെവിടെയും കാണാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. മൂന്നാമതായി നമുക്ക് പറഞ്ഞു തരികയാണ്, വിശുദ്ധ കുർബാന സ്വീകരിക്കുക. ഇതാ 1 യോഹന്നാൻ 4:4 പറയുക, നിന്റെ ഉള്ളിലുള്ളവൻ പുറമെയുള്ളവനേക്കാൾ ശക്തരാ. പിശാചിന് ഏറ്റവും ഭയപ്പാടുള്ളതാ പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാന സ്വീകരിച്ച ഒരു വ്യക്തിയെ പിശാചിന് തൊടാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, ദിവ്യകാരുണ്യത്തോടുള്ളൊരു സ്നേഹം, ദിവ്യകാരുണ്യത്തിലുള്ളൊരു ശക്തി സംഭരിക്കുക. ഓരോ ദിവസവും എത്ര തിരക്കുള്ള വ്യക്തിയാണെങ്കിലും എന്നും വിശുദ്ധ കുർബാന സ്വീകരിക്കുക. വിശുദ്ധ കുർബാനയോടൊരു അടുപ്പം, വിശുദ്ധ കുർബാനയുടെ സ്നേഹം, ദിവ്യകാരുണ്യം സ്വീകരിച്ച ഒരു വ്യക്തിയെ പിശാച് ഭയപ്പെടും. ദിവ്യകാരുണ്യം സ്വീകരിച്ച ഒരു വ്യക്തിയെ പിശാച് ഭയപ്പെടും. ഈ ബോധ്യം ഓരോ മക്കൾക്കും ഉണ്ടാവണം. വീണ്ടും നമുക്ക് പറഞ്ഞു തരികയാണ്, പിശാചിന് മേൽ വിജയം വരിക്കാനുള്ള അടുത്ത മാർഗമാണ് പ്രാർത്ഥന, ഉപവാസം, നോമ്പ്. പ്രാർത്ഥന, ഉപവാസം, നോമ്പ്. എന്തുകൊണ്ടാ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് പിശാചിനെ കീഴ്പ്പെടുത്താൻ കഴിയാതിരുന്നത്? നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. പിശാചുബാധനായ
ആ ബാലനെ പലപ്പോഴും തീയിലേക്ക് വെള്ളത്തിലേക്ക് പിശാച് തള്ളിയിടുക. നിന്റെ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് ചെന്നു, നിന്റെ ശിഷ്യന്മാർക്ക് എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, നിനക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ എൻ്റെ പുത്രനിൽ അലിവ് തോന്നി എൻ്റെ പുത്രനെ സുഖപ്പെടുത്തണമേ. യേശു ചോദിക്കുക, കഴിയുമെങ്കിലെന്നോ? വിശ്വസിക്കുന്നവരെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. വിശ്വസിക്കുന്നവരെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ആ സമയത്ത് കുട്ടിയുടെ പിതാവ് പറയാണ്, എൻ്റെ അവിശ്വാസം മാറ്റി എന്നെ വിശ്വാസത്തെ ചൊല്ലിപ്പിക്കണമേ. ഓരോ മക്കൾക്കും ഈ ബോധ്യം ഉണ്ടാവണം. ദൈവത്തിന്റെ സന്നിധിയിൽ ശക്തി സംഭരിക്കുക. പ്രാർത്ഥനയും ഉപവാസവും ഇല്ലാതെ ചില വർഗത്തെ പുറത്താക്കാൻ പറ്റിയില്ല എന്നുള്ള ബോധ്യം ഓരോ വ്യക്തികൾക്കും ഉണ്ടാവണം. വീണ്ടും നമുക്ക് പറഞ്ഞു തരികയാണ്, പഴയ പാപത്തിന്റെ സാഹചര്യങ്ങൾ വീഴാതിരിക്കുവാൻ വേണ്ടി ജാഗ്രത ഉണ്ടാവണം. പഴയ പാപത്തിന്റെ സാഹചര്യങ്ങൾ, ആ ഓർമ്മകളിലേക്ക് കടന്നു പോകാതിരിക്കുക, അതിൽ വീഴാതിരിക്കുവാൻ വേണ്ടി ജാഗ്രത ഉണ്ടാവണം. പ്രിയപ്പെട്ട മക്കളെ, ഓരോ വ്യക്തിയുടെ മേലുള്ള തിന്മയുടെ അരൂപികൾ ഏതെല്ലാം രീതിയിലാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് നാം കാണുകയായിരുന്നു. ചില വ്യക്തികളുടെ മേൽ തിന്മയുടെ അരൂപികൾ ബന്ധിച്ച് കെട്ടിയിരിക്കുന്ന അവസ്ഥ. ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. വ്യക്തികളുടെ മേൽ ഏതെങ്കിലും രീതിയിൽ തിന്മയുടെ അരൂപികൾ കടന്നു വന്നിട്ടുണ്ട്. ഒരു പക്ഷേ തിന്മയുടെ അരൂപികളെ വിളിച്ചു വരുത്തിയിരിക്കുന്ന വ്യക്തിയായിരിക്കാം. സാമ്പത്തികമായ നേട്ടത്തിന് വേണ്ടി, രോഗസൗഖ്യത്തിന് വേണ്ടി മന്ത്രവാദത്തിന്റെ ഏലസ്ത്രീയൊക്കെ പിന്നാലെ പോയി ആ തകിടും കാര്യങ്ങളൊക്കെ കെട്ടി തിന്മയുടെ അരൂപി കടന്നു വന്നിരിക്കുന്ന ഒരു തിന്മയുടെ അരൂപിയെ ബാധിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ നിരന്തരമായി പാപം ചെയ്ത് ആ പാപത്തിന്റെ അരൂപിയെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കാം. ദൈവം അനുവദിച്ചിരിക്കുന്ന പീഡകളായിരിക്കാം. ഏതവസ്ഥയായിക്കൊള്ളട്ടെ, ആ അവസ്ഥകളെല്ലാം ദൈവവചനം കൊണ്ട് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ച് കൂടുതൽ പ്രാർത്ഥനയിൽ വളർന്നുകൊണ്ട് നമുക്ക് പാപത്തിന് വഴി വിട്ടുപേക്ഷിച്ച് ഇതിൻ്റെ മേൽ വിജയം വരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.